നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേൾക്കാം. അഥവാ കൂട്ടുകാർ മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ കഥ. രാമന്റെ സൈന്യം ലങ്കയിലെത്തി. ഭയങ്കരമായ യുദ്ധം തുടങ്ങി. വാനരന്മാരും രാക്ഷസന്മാരും ശക്തമായി ഏറ്റുമുട്ടി. യുദ്ധക്കളത്തിൽ ചോരപ്പുഴ ഒഴുകി. രാവണൻ തൻ്റെ ഏറ്റവും വലിയ വീരന്മാരെ യുദ്ധത്തിനയച്ചു. ഹനുമാൻ ഒരുപാട് രാക്ഷസന്മാരെ തകർത്തു. ഒരു മലയെപ്പോലെ വളർന്ന് രാവണന്റെ സൈന്യത്തെ അവൻ ഒറ്റയ്ക്ക് വിറപ്പിച്ചു. രാവണന് ഒരു അനുജനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് കുംഭകർണൻ. കുംഭകർണൻ വളരെ വലിയ ശരീരമുള്ള ഭീകരനായ ഒരു രാക്ഷസനായിരുന്നു. പക്ഷേ കുംഭകർണന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ ഒരുപാട് കാലം തുടർച്ചയായി ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഉറങ്ങാനുള്ള കാരണമെന്തെന്നാൽ കുംഭകർണൻ വളരെ ശക്തനായിരുന്നതുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ ലോകത്തിലെ എല്ലാ ഭക്ഷണവും ഒറ്റയടിക്ക് തീർന്നു പോകുമായിരുന്നു. ഇത് ലോകത്തിന് വലിയ പ്രശ്നമായി. അതുകൊണ്ട് ബ്രഹ്മാവ് കുംഭകർണന് ഒരു ശാപം കൊടുത്തു. നീ 6 മാസം തുടർച്ചയായി ഉറങ്ങും. ഒരു ദിവസം മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ. ഈ ശാപം കാരണം കുംഭകർണൻ വർഷത്തിൽ 6 മാസം ഉറങ്ങുകയും ഒരു ദിവസം ഉണർന്ന് ഭക്ഷണം കഴിക്കുകയും വീണ്ടും ഉറങ്ങാൻ പോവുകയും ചെയ്തു. രാമനുമായി യുദ്ധം തുടങ്ങിയപ്പോൾ രാവണന്റെ സൈന്യം മുഴുവൻ തോറ്റുപോവുകയായിരുന്നു. രാവണന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ രാവണൻ തൻ്റെ അനിയനായ കുംഭകർണനെ ഓർത്തു. കുംഭകർണൻ ഉണർന്നാൽ രാമനെ തോൽപ്പിക്കാൻ കഴിയും, രാവണൻ തീരുമാനിച്ചു. പക്ഷേ കുംഭകർണനെ എങ്ങനെ ഉണർത്തും? കുംഭകർണൻ ആഴമായ ഉറക്കത്തിലായിരുന്നു. അവനെ ഉണർത്താൻ രാക്ഷസന്മാർ ഒരുപാട് ശ്രമിച്ചു. വലിയ ഡ്രമ്മുകൾ കൊട്ടി, ആനകളെ കൊണ്ട് ഓടിപ്പിച്ചു, ആയിരക്കണക്കിന് ഭക്ഷണം കൊണ്ടുവച്ചു. പക്ഷേ കുംഭകർണൻ ഉണർന്നില്ല. ഒടുവിൽ രാക്ഷസന്മാർ അവൻ്റെ ചെവിയിൽ ചെണ്ടയും പെരുമ്പറയും ഒരുമിച്ച് മുഴക്കി ഒച്ച വെച്ചു. അപ്പോൾ അവൻ മെല്ലെ കണ്ണു തുറന്നു. ഉണർന്ന ഉടൻ കുംഭകർണൻ രാജാവിനോട് യുദ്ധകാര്യങ്ങൾ ചോദിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ യുദ്ധകളത്തിലേക്ക് പോയി. കുംഭകർണൻ യുദ്ധകളത്തിലെത്തിയപ്പോൾ വാനരപ്പട മുഴുവൻ പേടിച്ചുപോയി. മലയെപ്പോലെ വലിയ കുംഭകർണൻ ആയിരക്കണക്കിന് വാനരന്മാരെ ഒറ്റയടിക്ക് തിന്നുകയും കൊല്ലുകയും ചെയ്തു. വാനരപ്പടയുടെ നേതാവായ സുഗ്രീവനെ പോലും കുംഭകർണൻ പിടിച്ചെടുത്തു. പക്ഷേ സുഗ്രീവൻ കുംഭകർണന്റെ ചെവിയിൽ കടിച്ചപ്പോൾ വേദന കൊണ്ട് കുംഭകർണൻ സുഗ്രീവനെ വിട്ടു. അവസാനം രാമൻ നേരിട്ട് യുദ്ധത്തിന് വന്നു. രാമനും കുംഭകർണനും തമ്മിൽ വലിയൊരു പോരാട്ടം നടന്നു. കുംഭകർണന്റെ ശക്തി കണ്ട് രാമൻ തൻ്റെ ദിവ്യമായ അസ്ത്രങ്ങൾ ഉപയോഗിച്ചു. ആ അസ്ത്രങ്ങൾ കുംഭകർണന്റെ വലിയ കൈകളും കാലുകളും മുറിച്ചു. ഒടുവിൽ രാമൻ കുംഭകർണനെ കൊന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ? ഈ കഥയുടെ തുടർച്ച നമുക്ക് മറ്റൊരു ഭാഗത്തിൽ കേൾക്കാം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.